ദീർഘക്ഷമ ജീവിതത്തിൽ ആവശ്യമാണ്. ഒന്നിച്ച് ജീവിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിദ്വേഷത്തിൻ്റെതും ആയിട്ടുള്ള മേഖലകളുണ്ടാകും. അപ്പോൾ അവിടെ വേണ്ടത് ദീർഘക്ഷമ. ഒരു കാര്യത്തിലല്ല, ഒരു കുടുംബാംഗങ്ങളുടെ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവനും ക്ഷമയിലും വിട്ടുവീഴ്ചയിലും കൊണ്ടുകൊടുത്ത് ജീവിക്കേണ്ടതാണ് ജീവിതത്തിന്റെ അവസാനം വരെ. അതാണ് യഥാർത്ഥമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു കുടുംബം എന്ന് പറയുന്നത്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്റെ ആത്മകഥയിലൊരു സംഭവം എഴുതിയിരുന്നു. മഹാത്മാഗാന്ധി കല്യാണം കഴിച്ചത് കസ്തൂർബ ഗാന്ധിയാണ്. 13 വയസ്സിലാണ് കല്യാണം. അന്ന് അധികം പ്രായമാകാതെ 10 വയസ്സ്, 12, 13, 16 വയസ്സൊക്കെ കല്യാണം നടത്തുന്ന പാരമ്പര്യം ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിക്കുക, നേരത്തെ തന്നെ കല്യാണം ഉറപ്പിക്കുക എന്നുള്ളത്. ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി പ്രവർത്തിക്കുമ്പോൾ ഒരു ദളിതന് ആഹാരം കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുക ഗാന്ധിജി. അവൾക്ക് അത് ഇഷ്ടപ്പെട്ട് കാണുകയില്ല. കാരണം രണ്ടുപേരും ബ്രാഹ്മണരാണ്. ബ്രാഹ്മണന്മാർക്ക് തീണ്ടലും തൊഴിലും ഒക്കെയുണ്ട്. അപ്പോൾ അവര് ദളിതരുമായിട്ടുള്ള സമ്പർക്കങ്ങൾ പാടില്ല. പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലാണെങ്കിലും ബ്രാഹ്മണൻ നടക്കുമ്പം ഹായ് ഹായ് എന്ന് പോയി എന്നൊക്കെ പറഞ്ഞ് പോകണം. അപ്പോൾ ഇത്ര അടി അകലെ മാത്രമേ സാധാരണ മനുഷ്യന് ദളിതനൊക്കെ യാത്ര ചെയ്യാൻ പാടുണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു നിയമം. ഇല്ലെങ്കിൽ അടിയുണ്ട്. അങ്ങനെയുള്ള ഒരു നിയമം ഒരു 100-150 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. നമുക്ക് ചിന്തിക്കുമ്പോൾ അത് രസകരമായിട്ട് തോന്നുമെന്നാണ്. ഏതായാലും ഇതിന്റെ പേരിൽ ഗാന്ധിജിയും കസ്തൂർബായുമായിട്ട് വഴക്കടിച്ചു. ഗാന്ധിജിക്ക് ദേഷ്യം വന്നു. പറഞ്ഞാൽ കേൾക്കണ്ടേ. അതുകൊണ്ട് അവളെ കയറ്റിപ്പിടിച്ച് ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന അവസരത്തില് വീടിന്റെ പുറത്ത് വഴിയിലേക്ക് കൊണ്ടുവിട്ടു. നീ പൊക്കോളാന്ന്. കുറച്ചു നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഗാന്ധിജിക്ക് ഇത് കഴിഞ്ഞ് അവിടെ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവള് ഗാന്ധിജിയോട് പറഞ്ഞു, ഈ വിജാതി നാട്ടിൽ എന്നെ കൊണ്ടിട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്? എന്റെ അപ്പുറം അമ്മയിലും കൂടെയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഗാന്ധിജിയോട് വീണ്ടും വീട്ടിലേക്ക് തിരിച്ച് കൈപിടിച്ചു പോവുക. ഗാന്ധിജിക്ക് ഒരു നിമിഷത്തില് താൻ പറഞ്ഞത് കൃത്യമായിട്ട് അനുസരിക്കാത്ത ഭാര്യയെ, തനിക്ക് ചില സത്യാന്വേഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ചില മൂല്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവളെ സ്വീകരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞിട്ട് അവസാനത്തെ രംഗം കസ്തൂർബ മരിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഒന്നിച്ച് അവര് മരണം വരെയും ജീവിച്ചു സുഹൃത്തുക്കളൊക്കെ പങ്കിട്ടുകൊണ്ട്. അതാണ് യഥാർത്ഥമായിട്ടുള്ള കുടുംബജീവിതം എന്ന് പറയുന്നത്. അതാണ് കസ്തൂർബായുടെ ശരീര ഹൈന്ദവ ക്രമമനുസരിച്ച് ദഹിപ്പിക്കുന്ന അവസരത്തില് ഗാന്ധിജി കരഞ്ഞു. കാരണം ഒരു ജീവിതകാലം മുഴുവനും ഒന്നിച്ച് കഴിഞ്ഞ ജീവിത പങ്കാളി വേർപെടുകയാണ്. അതിന്റെ പേരിലാണ് കരുതുന്നത്. അപ്പോൾ മനുഷ്യർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പ്രത്യേക സാഹചര്യങ്ങളില് വിദ്വേഷവും വെറുപ്പും പകയും പിന്നെ പറയരുതാത്തത് പറയലും തെറിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ചിലർക്ക് അടിയുണ്ടാവും. ഗാന്ധിജിയുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചെങ്കിൽ ഏത് കുടുംബത്തിലും ഇതുവരെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകാം. അവയൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് പോകേണ്ടത്. അതിനു വേണ്ടത് ക്ഷമയും ദീർഘക്ഷമയുമാണ്. ദൈവം ക്ഷമയാൽ നോഹിനെയും കുടുംബത്തെയും രക്ഷിച്ചു. ബൈബിളിൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പഴയത്തിൽ പ്രവാചകന്മാർ ദൈവജനത്തെ നന്മയുടെ വഴികളിൽ നിന്നും മാറി നിന്നപ്പോൾ അവരെ ദൈവത്തിലേക്ക് നയിച്ചവരാണ്. ദൈവം മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദീർഘക്ഷമയുള്ളത് കൊണ്ട് തന്റെ ഏകജാതനെ അയക്കുകയാണ്.
മത്തായിയുടെ സുവിശേഷം 5:44-45 വാക്യം, ശത്രുക്കളെ സ്നേഹിക്കും, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദുഷ്ടരെ എതിർക്കരുത്, ഒരു കാരണത്തായിരിക്കുന്നത് മറ്റേ കാര്യം കൂടി കാണിച്ചു കൊടുക്കുക. 5:30 ഗാന്ധിജി ആഗ്രഹിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല. ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമ്പോൾ അവിടെ ട്രെയിനിൽ യാത്ര ചെയ്യാൻ വെള്ളക്കാരൻ്റെ പ്രത്യേക കമ്പാർട്ട്മെന്റ് ഉണ്ട്. വെള്ളക്കാരൻ യാത്ര ചെയ്യാൻ വിഷയമാണ് ഗാന്ധിജി കയറി കാണും. ഏതായാലും വെള്ളക്കാരൻ കറുത്ത വർഗക്കാരനായ ഇന്ത്യക്കാരനായ ഗാന്ധിജിക്കിട്ട് കാണിച്ചു. ഗാന്ധിജി മറ്റേ കാരണം കൂടി കാണിച്ചു കൊടുത്തു. ഗാന്ധിജി സുവിശേഷങ്ങള് വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മറ്റേ കാരണം കൂടി കാണിച്ചു. അടിച്ചു എന്ന് നമുക്ക് അതിന് കൂടെ അടിക്കാൻ സാധ്യതയില്ല. ഈശോയുടെ ക്ഷമ നമ്മൾ കാണുന്നത് കുരിശിൽ കടന്നുകൊണ്ട് പിതാവ് ഇവർ ചെയ്തതാണ് ഇവരോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ, ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ ക്ഷമിച്ചങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും പോലെ ഇരിക്കുകയാണ്. എല്ലാവരും ക്ഷമിച്ചായിരിക്കുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിലും മനസ്സിലും ഒക്കെ എന്തെങ്കിലും നൊമ്പരങ്ങൾ കാണും, എന്തെങ്കിലുമൊക്കെ പഴയ ശത്രുതകൾ കാണും. പക്ഷേ ഈശോ പറയുന്നത് ക്ഷമിച്ചിരിക്കണം. ഇവിടെ വഴിയിലിരിക്കുമ്പോൾ ക്ഷമിച്ചായിരിക്കണമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. ജീവിതം എന്ന് പറയുന്നത് നിരന്തരമായൊരു വെല്ലുവിളിയാണ്. വെല്ലുവിളികളില്ലാത്ത ജീവിതമില്ല. കാരണം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. മാനുഷികതയിൽ പ്രശ്നമില്ലാത്ത ഒരു മനുഷ്യ വ്യക്തി ഉണ്ടാവുകയില്ല. രോഗങ്ങൾ വരാം. ഇല്ലെങ്കിൽ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബനാഥനെ കുടുംബാതെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ, ഗുരുതരമായ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനായിട്ട് പണം വേണം. അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ നന്നായിട്ട് വളർത്തുന്നു. കുട്ടി പരീക്ഷയിൽ പഠിക്കാനായിട്ട് തയ്യാറ്, മനസ്സില്ല, ഇപ്പോൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. മാതാപിതാക്കൾക്ക് പ്രശ്നം. കുട്ടിയെ പഠിക്കാനായിട്ട് അകലങ്ങളിലേക്ക് അയച്ചിട്ട് കുട്ടി പഠിക്കാതിരുന്നു കഴിഞ്ഞാൽ, പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ മാതാപിതാക്കളെ കഷ്ടപ്പെട്ടാണ് പണം മുടക്കി പഠിപ്പിക്കുന്നത്. ഒരു പ്രശ്നമാണ്. കുട്ടി മദ്യപാനിയോ മയക്കുമരുന്നുകാരനോ ആയിക്കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതിനെ നേർവഴിയിലൂടെ നയിക്കുക എന്നുള്ളൊരു ക്ലേശകരമായ ഒരു കാര്യമാണ്. ഇതിന് പ്രാർത്ഥന ആവശ്യമുണ്ട്. പിടിച്ചു കെട്ടിയിട്ട് തല്ലിയിട്ട് കാര്യമില്ല. സ്നേഹത്തോടു കൂടി കുട്ടിയെ വളർത്തുകയും മറ്റുള്ളവരുടെ കെണിയിൽ വീണ് മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ബാക്കിയുള്ളവര് തിന്മയിലേക്ക് നയിക്കുന്ന ഗ്രൂപ്പുകൾ പറയുന്നത് കേട്ട് അങ്ങനെ പോകുന്നത് ക്ലേശകരമാണ്. അപ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ജോബിന്റെ പുസ്തകം പറയുന്നുണ്ട്, ക്ഷമയോടെ കാത്തിരിക്കുവിൻ, പീഡ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി കരുതുക. ജോബ് സഹിച്ച സഹനത്തിലും വെല്ലുവിളികളിലും ഒക്കെ ദൈവത്തിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ടും സമർപ്പിച്ച് സഹിച്ച ഒരു വ്യക്തിയാണ് യോബ്, നീതിമാനായ യോബ്. ഇപ്പോൾ ദൈവത്തെ തള്ളി പറയാനായിട്ട് പലരും ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കഷ്ടപ്പാടുകൾ വരുന്നു. അപ്പോൾ യോബിന് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ജീവിതത്തിലെ സംഘർഷങ്ങളിലും ദുഃഖങ്ങളിലും ക്ലേശങ്ങളിലും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തെ കുറ്റപ്പെടുത്തുകയോ മറന്നിരിക്കുകയോ ചെയ്യാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് നമ്മൾ യോബിൽ കാണുന്നത്. പ്രതികൂല സാഹചര്യങ്ങൾ വഴി വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ക്ലേശങ്ങളുണ്ട്. ഇപ്പോൾ സഹിക്കാനായിട്ടുള്ള ആ കൃപ ആവശ്യം. ഒരു കുടുംബത്തില് ഒരു മകള് ജവാഹർ കുട്ടിയുടെ കല്യാണത്തിന് വന്നപ്പോൾ അമ്മ പറയുക, അതിന് 10-25 വയസ്സുണ്ട്, ഒന്നും ചെയ്യാനായിട്ടുള്ള ബുദ്ധിക്ക് വികാസമില്ല. അതുകൊണ്ട് എപ്പോഴും മാതാപിതാക്കൾ ആ കുട്ടിയെ നോക്കണം.
ഇത് തന്നെ കാര്യം ചെയ്യാൻ പറ്റുകയില്ല. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ അത് അവര് സന്മനസ് കാണിക്കണം അന്വേഷിക്കാനായിട്ട്. ഒരാളെ നോക്കാൻ ഒരു കുടുംബത്തിന് ബുദ്ധിമുട്ടാണെന്നാൽ സിസ്റ്റേഴ്സോ മറ്റുള്ളവരും ഒക്കെ നടത്തുന്ന സ്ഥാപനം ഇങ്ങനെയുള്ള പലരെയും ഒന്നിച്ചു നോക്കുന്നു. മാനസിക രോഗികളെ നോക്കുന്നുണ്ട്, ബുദ്ധിക്ക് വൈകല്യമുള്ളവരെ നോക്കുന്നുണ്ട്, ബുദ്ധിമാന്യമുള്ളവരെ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ നിരവധിയുണ്ട്. എന്നാൽ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വിഷമം ഞങ്ങളുടെ കാലശേഷം ആര് ഈ കൊച്ചിനെ നോക്കുക എന്നുള്ളതാണ്. പിന്നെ കൊന്നുകളയാൻ പറ്റും, എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ അവിടെ ദീർഘക്ഷമയാ വേണ്ടത്. ഈ കുടുംബത്തിലെ മൂത്ത കൊച്ചിന് ഇങ്ങനെയാണ് ചില മന്ദതയുള്ള കൊച്ച. ജോലിയുള്ളവരാണ് ദമ്പതിമാർ. ഒരിക്കൽ മദ്യപിച്ചിരുന്നപ്പോഴ് കുടുംബനാഥന് ഉച്ചകളുടെ കാര്യത്തിലാണ്. ചെറിയ കൊച്ച, ആള് 5 വയസ്സ് താഴെയാണ്, കുറെ വർഷത്തിൽ പോകും. അപ്പൊ ആ കൊച്ചിനെ കിണറ്റിലേക്ക്. എന്നാൽ ആളുകളെല്ലാം വന്ന് ആ കൊച്ചിനെ കിണറ്റിൽ നിന്ന് രക്ഷിച്ചു. ഈ മനുഷ്യൻ ആളുകളെല്ലാം മനസ്സിലായി കൊച്ചു മരിച്ചുപോയി എന്ന് കരുതിക്കൊണ്ട് ഇയാൾ പോയി ആത്മഹത്യ. പക്ഷെ ആ കൊച്ചു മരിച്ചിട്ടില്ലായിരുന്നു. അതിനെല്ലാവരും കൂടി രക്ഷപ്പെട്ടു. ഇയാൾ കരുതിയത് ചിലപ്പോൾ മദ്യലഹരി എന്തൊക്കെയും കാണുന്നത് മാത്രമല്ല, കൊച്ച് മന്ദബുദ്ധിയുള്ള കൊച്ചാണ്, മൂത്ത കൊച്ച്, 2 പിള്ളേരാണ്. അപ്പൊ അത് കുടുംബത്തിൽ നിന്നും ബാധ്യത, അതിലൊന്നും നിർത്താതെ കരയുക. അക്കാര്യത്തിൽ കേട്ട് ജോലിക്കാരനായ പിതാവിന് ദേഷ്യമുണ്ടായി. ചിലപ്പോൾ മദ്യപിച്ചിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും ചെയ്യാൻ വരാത്തത് ചെയ്തു. ഇനി കൊച്ചു മരിച്ചില്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്യില്ല. കാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൊച്ചുണ്ടായി, കൊച്ചൊരു ബാധ്യതയാണെന്ന് കരുതിക്കൊണ്ടാണ് ആ കുടുംബത്തിലെ ഈ പ്രതിസന്ധി വന്നത്. പ്രതികൂല സാഹചര്യങ്ങളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ദൈവം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ തോന്നിയെന്ന് വരും. ദൈവം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ദൈവം ആർക്കൊക്കെ ഒന്നും ചെയ്യുന്നില്ല. ദൈവം ആർക്കെതിരെയും ദൈവത്തിന് ശത്രുതയൊന്നുമില്ല. പ്രകൃതിയുടെ നിയമം അനുസരിച്ച് ജനറ്റിക്കലായിട്ട് ഇങ്ങനെയുള്ള വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകുന്നത് ദൈവം പ്രത്യേകമായിട്ട് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ പരിപാലനയിൽ സ്വീകരിക്കുന്നതെല്ലാം, ദൈവം തരുന്നതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്താൻ മാത്രമേ മനുഷ്യന് കഴിയൂ. പിന്നെ പ്രതിസന്ധികൾ പരിഹരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരാൾക്ക് ദേഷ്യം കൂടുമ്പോൾ ഒരാൾ മിണ്ടാതിരിക്കുക. 2 പേരും കൂടെ മിണ്ടുമ്പോൾ അടിയിൽ തീരുന്നത്. മിണ്ടാതിരിക്കുക. പിന്നെ ഇന്ന് ആളുകൾക്ക് പെട്ടെന്നാണ് പ്രകോപനം ഉണ്ടാകുന്നത്. ഒരു ചെറുക്കന്റെ മൊബൈൽ മേടിച്ച് വെച്ചപ്പോൾ അവന് 2ാം നിലയിലേക്ക് 5-6 വയസ്സുള്ളൂ. 4-5 വയസ്സുള്ള കൊച്ചു മൊബൈൽ എഴുതി കളഞ്ഞു. വേറൊരു ചെറുക്കൻ 2ാം നിലയിലേക്ക് കയറിയിട്ട് വീട്ടിൽ ഞാനിപ്പോൾ ചാടും, മൊബൈൽ തന്നിട്ട് ഞാനിപ്പോൾ ചാടും. അങ്ങനെ പ്രകോപനം ഉണ്ടാകുന്നു. ഒരു സ്ത്രീ ഒരിക്കല് TV കാണുന്നതോ സീരിയൽ കാണുകയായിരുന്നു. ഭർത്താവ് വഴക്ക് പറയുന്നതിന് അവൾ ആത്മഹത്യ ചെയ്തു. അപ്പൊ മനുഷ്യന്റെ പ്രതികരണങ്ങള് പല വിധത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്ത് ശീലിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് മാത്രമല്ല, നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്, ഭാവിയിലുള്ള ജീവിതത്തിന് ഒരുക്കമുള്ള രീതിയിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളായിട്ട് മക്കളെ വളർത്തേണ്ടതായിട്ടുണ്ട്. മക്കൾ മാതാപിതാക്കളോടൊപ്പം പ്രവർത്തിക്കണം എല്ലാ രംഗത്തും. ജോലികളുടെ കാര്യത്തിൽ, ആഹാരം ഉണ്ടാക്കുന്ന കാര്യത്തിൽ, വസ്ത്രങ്ങൾ അലക്കുന്ന കാര്യത്തിൽ എല്ലാം അവരുടെ വളർച്ചയനുസരിച്ച് എല്ലാ പരിശീലനവും പ്രിയപ്പെട്ട അമ്മമാർ കൊടുക്കേണ്ടതാണ്. അമ്മമാർ വിചാരിച്ചിരിക്കുന്നത് ഈ ജോലി എന്ന് പറഞ്ഞാൽ എന്താ, ഒത്തിരി ജോലി നഷ്ടപ്പെടാൻ പോകുന്ന കാലമാണ്. നമ്മൾ ചിന്തിച്ചതുപോലെ എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുണ്ട്. ഈ ആധുനിക സാങ്കേതിക വിദ്യകൾ പുരോഗതി പ്രാപിച്ചപ്പോൾ ആഹാരം ഉണ്ടാക്കാനായിട്ട് ആള് വേണമെന്നില്ല. ഹോട്ടലിൽ സപ്ലൈ ചെയ്യാനായിട്ട് ആള് വേണം, റോബോട്ടുണ്ട്. ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അതിന് പറ്റുന്ന ഒരു റോബോട്ടിനെ വാങ്ങിയാൽ മതി. അതിനെല്ലാം സിസ്റ്റമൊക്കെ ഉണ്ട്, അതിനകത്ത് ആഹാരം ഉണ്ടാക്കി തരും.
വണ്ടി ഓടിക്കാനായിട്ട് ഇപ്പൊ അമേരിക്കയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കാർ ഓടിക്കാൻ ഡ്രൈവർ വേണ്ട. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഡ്രൈവർമാരുടെ ജോലിയില്ലാതെ പോയി. ആഹാരം ഉണ്ടാക്കുന്നവരുടെ ഹോട്ടലിൽ ആഹാരം വേണമെങ്കിൽ അതിനുള്ള സപ്ലൈ ചെയ്യാനായിട്ട് റോബോട്ടുണ്ട്. പിന്നെ മെഡിക്കൽ രംഗത്തും റോബോട്ടിന്റെ ഒത്തിരി സ്ഥാപനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ശാസ്ത്രം പുരോഗമിക്കുന്നതോടുകൂടി ഒത്തിരി പേരുടെ തൊഴിൽ പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മുടെ കൃഷിയിലേക്ക് തിരികെ കൃഷി ആധുനിക സാങ്കേതിക വിദ്യ റോബോട്ട് ഉണ്ടെങ്കിൽ നിർത്താതെ കളിച്ചുകൊണ്ടിരിക്കും. അതിന് ശാപ്പാടൊന്നും കൊടുക്കണ്ട. അപ്പൊ അതിനൊന്നിനെ മേടിച്ചു കഴിഞ്ഞാൽ പറമ്പരംഗത്തേക്കാനായിട്ട് അതിനെ കൊടുത്തു കഴിഞ്ഞാൽ കളയ്ക്കും. അത് ആവശ്യമില്ല. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്ന പല പണികളും ഇല്ലാതാകും. ഒരു 10 വർഷം കൊണ്ടൊക്കെ ഏകദേശം ആകും. അപ്പോൾ നമ്മൾ കൃഷി ചെയ്യുക മാത്രമല്ല, ഗവൺമെന്റ് ജീവിക്കാനുള്ള വക കൊടുക്കണം. ഈ ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? ഈ റോബോട്ടും മറ്റും ഉണ്ടാക്കുന്ന ആളുകളിൽ നിന്നും സാമ്പത്തികം വാങ്ങിയ ആളുകൾക്ക് ജീവിക്കാനായിട്ടുള്ള വക ഗവൺമെന്റ് കൊടുക്കേണ്ട സംവിധാനങ്ങളും ആളുകളിൽ വരേണ്ടതായിട്ടുണ്ട്. എല്ലാവർക്കും പെൻഷൻ എന്ന് പറയുന്നത് പോലെ ആ രീതിയിൽ പെട്ടെന്ന് മനുഷ്യന്റെ ജീവിതം മാറുകയാണ്. നമ്മുടെ കുടുംബത്തില് പ്രതിസന്ധികളുണ്ട്. ഓരോരുത്തരും ഓരോ വ്യക്തിയാണ്. നമ്മളെല്ലാവരും ഓരോ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് വ്യക്തിയുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, തനിമകളുണ്ട്, പാരമ്പര്യമായി കിട്ടിയ ഘടകങ്ങളുണ്ട്, ജീവിതത്തിലെ സംഘർഷങ്ങളുണ്ട്, ശാരീരികമായ പ്രതിസന്ധികളുണ്ട്, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ വ്യക്തിയെ ആയിരിക്കുന്നവരെ മനസ്സിലാക്കാതെ എമ്പതിക്ക് കയറി എന്നൊക്കെ പറയുന്നത്. ഒരു ദിവസം ഒരുത്തന് ഒരിടവേലിയായിരിക്കുമ്പോൾ രാത്രി 12:00 വന്ന് ബെല്ലടിച്ചു. ഞാൻ മുറി തുറന്നു കൊടുത്തു. അപ്പൊ ഒരു തോക്കുമായിട്ട് നിൽക്കുക. ഇവനാ ഇടവക്കാരനാണ്, സാധാരണ മദ്യപിക്കുന്ന ആളാണ്. പക്ഷിയൊക്കെ വെടിവെച്ചിട്ട് അതിന്റെ രക്തമൊക്കെ പച്ചയ്ക്ക് കഴിക്കുന്ന ആളാണ്. ഞാൻ ചോദിച്ചു, നീ എന്താ ഇപ്പം വന്നത്? അപ്പൊ അവൻ പറഞ്ഞ് തോക്ക് വെച്ചിരിക്കുന്നു. ഞാൻ പിന്നെ തോക്ക് വെഞ്ചരിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ വെഞ്ചരിക്ക് ഏറെന്ന് പറഞ്ഞാൽ അവിടെ തട്ടിക്കയറി കഴിഞ്ഞാൽ എനിക്ക് വെടികിട്ടിയിരുന്നു. അതുകൊണ്ട് വെഞ്ചരിച്ചു കൊടുത്ത് അവനെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു, ഇനി വന്നാൽ പോലീസ് കേസാണ്. പിന്നെ വന്നിട്ടില്ല. അവര് വേറൊരുത്തരുമായിട്ട് വഴക്കുണ്ടായി. അപ്പോൾ ഇപ്പം വെടിവെക്കുന്നു. അപ്പം പറഞ്ഞു വെടിവെച്ചേക്കാൻ പറഞ്ഞു. വെടിവെച്ചു. ഒരു പരിക്ക് പറ്റി 1 മാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചില്ല. വീട്ടിൽ കൊണ്ടുപോകാൻ കിടക്കേണ്ടി വന്നു. ഒരു സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിരിവെടുത്ത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് മനുഷ്യരെ ശാന്തമായിട്ട് നേരിടാൻ പറ്റുക? നീ എന്താണ് അർദ്ധരാത്രി വന്നിരിക്കുന്നു, അത് തല്ലു വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. സാഹചര്യങ്ങൾ അനുസരിച്ച് ശാന്തമായിട്ട് പ്രതിസന്ധികളെ നേരിടാനായിട്ട് നമുക്ക് കഴിയണം. ഇതൊരു വലിയ കഴിവാണ്. കുടുംബത്തിന് ആവശ്യമുണ്ട്. ഭാര്യയോട് ദേഷ്യപ്പെടുന്ന ഭാര്യയോട് സ്നേഹത്തോടെ വാക്ക് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പോൾ ചോദിച്ചു ഭാര്യ നാക്കില്ല എന്നൊക്കെ ചോദിച്ചത്. നീ ഭർത്താവ് ദേഷ്യപ്പെട്ട് കഴിയുമ്പോൾ ഭാര്യ ഉണ്ടാതിരിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതിന് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ